ഇതെല്ലാം എന്തിനാ നീ അവിടെ കിടക്കലെടുത്ത് വെച്ചിനി? ഇടാൻ വേണ്ടിട്ട്. ആ ഇതൊന്നും ഇപ്പടാ ഞാൻ പെടൂല. എന്റെ അടുത്ത് ഇല്ലേ ഇല്ലേ കൊറേ എണ്ണം അതിലിട്ട് എന്നിട്ട് ഇതിട്ടാ മതി. പുതിയത് ഒരു അമ്മിക്കമ്മിയില്ല. എന്നോട് ആരെങ്കിലും വെള്ളം വെച്ചോക്കാൻ പറഞ്ഞു. ജഗ് വെള്ളം ഒഴിക്കാനുള്ളതല്ലേ. എത്രയുണ്ട് ഇവിടെ ഒഴിച്ച് കുടിക്കാൻ വേണ്ടിട്ട്? എനിക്ക് ഇല്ലെന്നെ വെള്ളം നിറച്ച് വെക്കണം. ഇത് ഞാൻ ആരെങ്കിലും വരുമ്പോ എടുത്ത് വെക്കാൻ വേണ്ടി വെച്ചാണ്. എന്താ ഇപ്പൊ അറിയാൻ വേണ്ടി ഞാൻ പറയുന്നു. ആ മുകളിലത്തെ തട്ടിൽ എല്ലാവരും അതിൽ ഒന്നായിട്ട് നീ തോട്ടിട്ട് നിന്റെ കൈ ഞാൻ കൊട്ടിട്ട് വിടാം. വാ പറഞ്ഞിട്ട് വേണം എല്ലാം മറ്റേ കൊണ്ട് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കണ്ടല്ല. ഇതെല്ലാം ആരെങ്കിലും വരുമ്പോ മാത്രം ഞാൻ കേട്ടിനാ. ഇതാരെങ്കിലും വരുമ്പോ മാത്രം ഞാൻ പുറത്തെടുത്ത് വെക്കുന്നില്ലേ അല്ലേ? ഇതിലൊരു സാധനം ഞാൻ നിങ്ങളെല്ലാവരും എടുക്കുന്ന കണ്ടിട്ടുണ്ടാ? പിന്നെ പാത്രം അടുക്കളയില് അതിന് ഏതെങ്കിലും ഒന്ന് എടുത്തൂടെ? ഇപ്പം പുറത്തേക്ക് എടുത്തിനി. നല്ലത് എന്തിനാണ് അവിടെ ഉപയോഗിച്ചതാ? ഇതൊന്നും എടുക്കണ്ട. ഇതെല്ലാം പുതിയതാണ്. ഇതിലെന്തിനാ ഇപ്പളേ ഉപയോഗിക്കുന്നത്? കുറച്ച് കഴിയട്ടല്ലേ? അമ്മ എനക്ക് ഒരു ബെഡ്ഷീറ്റ് എങ്കിലും എടുത്ത് തരുമോ? താഴത്ത് തൊട്ട് പോരുത്. താഴത്ത് ആരെങ്കിലും വരുമ്പോ മാത്രം വിൽക്കാൻ. എനിക്ക് വേണ്ട. ആ മുകളിലേക്ക് എടുത്ത് വിൽക്ക്. അല്ലെങ്കിൽ നീ ഇറക്കണ്ട. വേറെ പോയി കിടന്നപ്പോ ഇന്നലെ പുറത്തു പോയാലും ഒരു ചവിട്ടി വന്നിട്ടില്ല. നിൽക്കൊന്നും വേണ്ട. മറ്റേത് കീറട്ടെ. കീറിയൊന്നുമില്ല. അത് കുറച്ചല്ലേ കീറിയിട്ടുള്ളൂ. അത് സാരില്ല. അത് എടുക്കട്ടെ. അത് ഇനി ആരെങ്കിലും വരുമ്പോ കാണാൻ വേണ്ടിട്ട് അന്ന് പ്ലേ വെച്ചിട്ട് കച്ചറയാക്കണ്ട. ഉള്ളിട്ട ചേട്ടാ അല്ല പിള്ളേർക്കൊണ്ട് എല്ലാം പുതിയ തന്നെ വേണം. എന്റെ ഈ ഉപയോഗിച്ചാലെന്ന പ്രശ്നം ഒന്നും ആയിട്ടില്ല. ഇതെല്ലാം പിന്നെ പൊട്ടിയാലെന്ന പ്രശ്നം? ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ലേ? ആ നല്ലോണം പൊട്ടിട്ട് എന്നിട്ട് എടുത്താൽ മതി. ഉപയോഗിക്കുന്നത് ഒരെണ്ണം ഉണ്ടാവും. പിന്നെ എല്ലാം കളി തോട്ടിക്കാരുണ്ട് പറയാം. ബാത്റൂമിലേക്ക് ഇപ്പം പോകാൻ കഴിയില്ല. ഞാൻ ഇപ്പം വൃത്തിയാക്കിട്ട് ഇറങ്ങി വന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നീ പോയാൽ മതി. ഇവിടെ ഇരിക്കും. ആ മുട്ടത്തുണ്ടെങ്കിൽ സാറില്ല. അതിലവിടെ ഇരിക്കുമ്പോൾ അങ്ങ് പോകും. വന്നിരിക്കണേ. പോയിട്ട് ഇങ്ങനെ കാലി ഞാൻ കൊട്ടിലും.